നോക്കൂ, എന്താ ഒരു വ്യൂ എന്ന് നോക്കൂ. നമുക്ക് ആ പശുവിൻ്റെ അടുത്ത് ചോദിക്കാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് 3 സിസ്റ്റേഴ്സാണ് നമ്മളുടെ എപ്പിസോഡിൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് 3 സ്പെഷ്യൽ 2 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിഷുകളാണ് 3 സിസ്റ്റേഴ്സും കൂടി ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഡിഷുകളുടെ വേറൊരു പ്രത്യേകത വളരെ സിമ്പിളായിട്ട്, അതായത് വീട്ടിൽ ഏത് നേരവും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ, ഈ മുട്ട, പിന്നെ ബ്രെഡ്, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക, പഴം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാ നേരവും ഉണ്ടാകുന്ന പാല്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ 6 ഡിഷുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പേപ്പറും പെന്നായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ആ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയതിന് മുമ്പ് എനിക്ക് ആ പശുവിനെ തൊട്ടാക്കൊള്ളാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 സിസ്റ്റേഴ്സ് ഇവർ 3 പേരുമാണ്. ആൻഡ് ഇത് ഇവിടുത്തെ ഒരു വാവയാണ്. ഇവിടെ 2-3 വാവകളുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ജഗപുകയായിരിക്കും. എല്ലാവരുടെയും ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കാം. എന്തായാലും ഇവളിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തേ. ലിപ്സ്റ്റിക്ക്, കണ്ണിൽ ഐ ഷാഡോ, എൻ്റെ കയ്യിൽ നിന്നുള്ള ഞാൻ എന്തൊക്കെ ഇടുന്നോ അതൊക്കെ വാവയ്ക്ക് വേണമെന്ന് വാങ്ങിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഐലൈനറൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ പലഹാരങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇവർ 3 പേരും മാറി മാറി നമുക്ക് വേണ്ടി ഇങ്ങനെ പലഹാരങ്ങൾ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ മിശ്രാക്കല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ചേച്ചിയുടെ കഴിവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം ചെയ്യാൻ പോകുന്നത് പാല് വെച്ചിട്ടുള്ളതാണ്. തരി കാച്ചിയത്. ഇത് എന്താന്ന് നോക്കാമല്ലോ അല്ലേ? നമുക്കൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്ക പൊടിച്ചത്, സേമിയ, തരി, റവ, പഞ്ചസാര, ഓക്കെ, ഉപ്പുപൊടി. ഇത് വളരെ സിമ്പിളാണ്. സേമിയ, ഏലക്ക പൊടിച്ചത്, പിന്നെ പഞ്ചസാര, പിന്നെ റവ, ഉപ്പ്, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് എ സിമ്പിൾ ഡിഷ്. പിന്നെ പാല് വേണം. പാൽ എത്രയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇത് ഒരു പാക്കറ്റ്. നമ്മളിപ്പോൾ സേമിയ വറക്കുവാണ്. ഇത് അലിഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മളിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം ഈ പലഹാരത്തിനെ കുറിച്ച് എന്താ? പലഹാരമല്ല, ഡ്രിങ്ക് ആണ്. ഓ, ഇതൊരു ഡ്രിങ്ക് ആണ്. തണുപ്പ് കാലത്ത് ചൂടുള്ള ഡ്രിങ്ക് ആയിട്ട് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ചായക്ക് പകരം പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, സേമിയ അപ്പം ഇതിൽ അലിയോ? ഇപ്പം ഇത് പായസം പോലെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഏകദേശം അല്ലേ? ഇല്ല, അത്രയും അളവ് യൂസ് ചെയ്യുന്നില്ല അതിൽ. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്. സിമ്പിളാന്ന് വെച്ചാൽ ഒരു പാൽ നമ്മൾ സാധാരണ തിളച്ച് വരാൻ എത്ര നേരം എടുക്കും? അത്രയും നേരം ഇത് ഉണ്ടാക്കാനുള്ളൂ. ബിക്കോസ് പാല് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തിളക്കുന്ന പാലിലേക്ക് ലേശം ഉപ്പുപൊടി ചേർക്കാം. ഉപ്പ്, ഓക്കെ, ഒരു നുള്ളുപ്പ് ഇട്ടു. പിന്നെ ചേർക്കേണ്ടത് റവ പൊടി എത്രയാണ്? 3 സ്പൂണ്. ഓക്കെ, സേമിയയും 2-3 സ്പൂണോ? ഇനി എന്തൊക്കെ ഇടാനുള്ളത്? ഇനി ഏലക്കാപ്പൊടി, ഷുഗർ. അത് ഇറക്കി വെക്കുമ്പോൾ ലാസ്റ്റ് ആണല്ലേ? ഇപ്പല്ല. ഓക്കെ, ഷുഗർ ആദ്യം ചേർക്കുമ്പോൾ കളറ് മാറും. അപ്പൊ ഇത് തണുത്ത കാലത്ത് ചേച്ചി പറഞ്ഞല്ലോ, തണുപ്പുള്ള സമയത്ത് ചൂടായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ്. ഇത് ഹെൽത്തി ആണ്. കണ്ടല്ലോ, പാല് പിള്ളേർക്കൊക്കെ ഇത് കൊടുത്താൽ. പിന്നെ പാൽ അധികം വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തും ഉണ്ടാക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കുടിച്ചാൽ എങ്ങനെയാണ്? ടേസ്റ്റിയാണ്. അപ്പൊ തണുപ്പിച്ചും കുടിക്കാം, ചൂടായിട്ടും കുടിക്കാം. അപ്പൊ ഇത് ചൂടുകാലത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചൂടുകാലത്ത് മാത്രം ഒരു തുള്ളി പശുനെയ്യ് ചേർക്കണം. ഒരു തുള്ളി പശുനെയ്യ് ചേർത്താൽ മതി. തണുപ്പ് കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചൂടുകാലത്ത്
അതുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇപ്പം ഏകദേശം തിളച്ചല്ലോ. ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കണം. ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഏലക്കാപ്പൊടി, പിന്നെ പഞ്ചസാര. പഞ്ചസാര എത്ര ഇടുന്നതിന്? ഒരു മധുരം നന്നായിട്ട് വേണമെങ്കിൽ നല്ലോണം പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ ഒരു 5 സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ. ഓക്കെ. ഇപ്പം 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ തരി അരച്ചത് റെഡിയായി. ഇത് വളരെ ഹെൽത്തിയാണ്, ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി. അതായത് ഇതിപ്പോൾ ചായക്ക് പകരം വേണമെങ്കിൽ ഇതാവാം ഇനി, അല്ലേ? അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഇത്തിരി പായസം പോലെയൊക്കെ ഉണ്ട്. നല്ല സേമിയ, സൂപ്പർ. നല്ല തണുപ്പിച്ചു ഇത് കുടിക്കാം. എന്തായാലും അടുത്ത ഡിഷ് എന്താണെന്ന് നോക്കാം. സുഹാന ചേച്ചി. നമ്മൾ അടുത്ത ഡിഷ് ചെയ്യാൻ പോകുന്നത് സുഹാന ചേച്ചിയാണ്. ചേച്ചിയുടെ മോളാണിത്, അന്നു. അപ്പോൾ നമുക്കിത് ഈ ഡിഷ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനാവശ്യമുള്ള സാധനം ഒരു ഊഞ്ഞാലിൽ ആടുന്ന പഴം. അതായത് ഭയങ്കരമായിട്ട് പഴുത്തു പോയ പഴം. സാധാരണ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നും കഴിക്കില്ല, അല്ലേ? പഴുത്ത് കഴിഞ്ഞാൽ സാധാരണ ചിലർക്ക് പഴുത്ത പഴം ഇഷ്ടമല്ല. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടിപ്പാണിത്. അപ്പോൾ ഈ ഡിഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം, സാധാരണ പഴത്തിലും ചെയ്യല്ലോ, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പഴുത്ത പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഴം, പിന്നെ ഇത് അരിഞ്ഞ് വെക്കണം, പിന്നെ ഇത് പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതൊക്കെ. നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലേ? സൺഫ്ലവർ ഓയിൽ 6 kg നെയ്യ്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ എത്രയാണ്? ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, പിന്നെ പശു നെയ്യ് 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ പശു നെയ്യ് അത് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചു കഴിഞ്ഞു. അപ്പം ഇനി എന്താണ്? അത് ചൂടാണ്. ഇത് ചൂടായ ശേഷം കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇത് 2. ഇതും ഒരു 2 ടീസ്പൂൺ അല്ലേ? 3 ടീസ്പൂൺ എടുക്കാം. ഓക്കെ, ഒരു 2-3 ടീസ്പൂൺ കശുവണ്ടിയും കിസ്മിസും. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പഴം ചെറുതാക്കി അരിഞ്ഞത്. ഓക്കെ, അത് ഈ ചെറുതായിട്ട് അല്ലേ? ഇതിലിട്ടിട്ട് വഴറ്റണം. ഇപ്പം പഴം ഇടുവാണ്. അതേ മാറി നിൽക്കണം. ഓക്കെ. ഇപ്പം പഴം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പഴം നമ്മളിതിൽ ഇത് 2 എണ്ണയല്ലേ നമ്മൾ ഒഴിച്ച്? സൺഫ്ലവറും പിന്നെ നമ്മൾ പശു നെയ്യ് അധികമില്ല, കുറച്ച് 2 ടീസ്പൂൺ. ഓക്കെ, ഇത് 2 മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് കളർ മാറും. ബ്രൗൺ ആവോ? ബ്രൗൺ അല്ല, ഒരു യെല്ലോ. ഇതിപ്പോൾ ഓൾറെഡി യെല്ലോ അല്ലേ? കുറച്ചുകൂടി കുറച്ചും കൂടെ ഡാർക്ക് ആവും. കായ് ഉലർത്തിയത്. ഇതിൽ നമ്മൾ നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. അത് മലബാർ ഏരിയയിൽ കായ് എന്ന് പറയുന്ന നേന്ത്രപ്പഴത്തിന് അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ എന്താ ആവശ്യമുള്ള സാധനങ്ങൾ? മുട്ട, പഞ്ചസാര, കശുവണ്ടി, കിസ്മിസ്, തേങ്ങ ചിരണ്ടിയത്, ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യം. സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ആദ്യം അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സ്നാക്ക് ഐറ്റം മാത്രമാണോ? സ്നാക്ക് ഐറ്റം ആയിട്ടും ഉപയോഗിക്കാം. പിന്നെ പൂരിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് ചപ്പാത്തിനകത്തൊക്കെ വെച്ച് റോൾ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇത് വഴറ്റിയെടുക്കുവാണ്. എത്ര തേങ്ങയാണ്? അരത്തേങ്ങ മതി. ഓക്കെ. അപ്പൊ നമ്മൾ കശുവണ്ടി ഇത് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. അതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ തേങ്ങയൊന്ന് വഴറ്റി ഒരു അര മുറി തേങ്ങ നമ്മൾ ചൂടായാൽ മതി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇങ്ങനെ
വാശിയേറിയ മത്സരമാണ് ഈ 3 സിസ്റ്റേഴ്സ് തമ്മിൽ. മാറി മാറി ഞാൻ ഉണ്ടാക്കാം എന്നുള്ള പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരു പാൻ എടുക്കുക, എന്നിട്ട് അതിൽ ഇത്തിരി സെയിം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒരു 3 സ്പൂൺ യൂസ് ചെയ്തു. ഇത് എത്ര പഴമാണ്? 3 പഴം, 3 നേന്ത്രപ്പഴം. ഓക്കെ, 3 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞു വെച്ചത്. 3 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചത് ഇടുവാണ്. ഇട്ട് കഴിഞ്ഞു. അതിന് 3 സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തത്, സൺഫ്ലവർ ഓയിൽ. ഇത് ഒരു 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അതായത് പഴം വേവാൻ എടുക്കുന്ന സമയം. നേരത്തെ പാല് ചൂടാവാൻ എടുക്കുന്ന സമയമായിരുന്നു. ഇനി ഇതിൽ പഴം വേവാൻ എത്ര നേരം വേണോ അത്രയും നേരത്തിനുള്ളിൽ ഇത് നമുക്ക് ഉണ്ടാക്കാം. ബിക്കോസ് പഴം വേവുന്നതിനിടയിൽ നിങ്ങൾക്ക് തേങ്ങ ചൂടാക്കാം, അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം, പിന്നെ ഇത് മിക്സ് ചെയ്യാം, ബീറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഴമൊക്കെ ഒന്ന് ഒരുവിധം വെന്ത് റെഡിയായി. ഞാൻ അതിലേക്ക് ഒരു നുള്ളി ഏലക്കാപ്പൊടി ചേർക്കാം. നുള്ളെന്ന് വെച്ചാൽ ഇങ്ങനെ നുള്ളി എടുക്കുക അല്ലേ? ഇത്രയും മതിയോ? മതി. ഇനി ഏലക്കാപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി മുട്ട അടിച്ച് വെച്ച് കഴിക്കാം. ഇത് ഇനി 3 മുട്ടയും 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി ഒഴിക്കുകയാണ്. ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചത് ചേർക്കാം. ഓക്കെ, അപ്പം നമ്മൾ അരമുറി തേങ്ങ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ, അതും ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പൂരിയുടെ കൂടെയും പിന്നെ ചപ്പാത്തി, പത്തിരി അതിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കുകയും ചെയ്യാം, സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ പത്തിരിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. കുഞ്ഞു പിള്ളേർക്കും ഇത് ഇഷ്ടമാവും. മധുരമുള്ളതുകൊണ്ട് പൂരിയുടെ കൂടെ അവർക്ക് ഇത് ഇത്തിരി വെച്ച് കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ എന്താ ചെയ്യണേ? അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിൻ്റെ കൂടെ ചേർത്താം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് ആൻഡ് കിസ്മിസ് ഇത് രണ്ടും നമ്മൾ ഇതിലിട്ടു. അപ്പോൾ ഇത് റെഡിയായി. നമ്മളിപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഫൈനൽ കിസ്മിസ് കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതിപ്പം പത്തിരി ഒന്നും വേണ്ട, എനിക്കിപ്പോൾ തൽക്കാലം ഇത് മതി. ഇത് ഒരാൾ വിളിക്കുന്നതന്നെ. ഓക്കെ, അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പഴം, തേങ്ങ, മുട്ട, നമുക്കിഷ്ടമുള്ള എന്തൊക്കെയാണ് എല്ലാം ഉണ്ട് ഇതിൽ. ആൻഡ് ഇറ്റ്സ് ഹെൽത്തി ഓൾസോ. സോ ഐ എം ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. നമ്മുടെ കായ ഉലർത്തി ഇത് റെഡിയായി. ഇനി അടുത്ത ഡിഷ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ഉണ്ടാക്കാൻ പോകണം നമ്മുടെ പഴം നിറച്ചത്. അപ്പം നമുക്ക് ഇനി പഴം നിറയ്ക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര, തേങ്ങ, പിന്നെ പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, കശുവണ്ടിയും കിസ്മിസും, പിന്നെ ഇതെന്താ? ഇത് അരിപ്പൊടി. അരിപ്പൊടി വെള്ളത്തിലൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയത്. ഓക്കെ, അരിപ്പൊടി, പിന്നെ ഏലക്ക പൊടിച്ചത് അല്ലേ? ഏലക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴം തന്നെയാണ്. ഇപ്പോൾ പഴമുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഓയിൽ, പിന്നെ തേങ്ങ. ഓക്കെ, തേങ്ങ ഇട്ടു. പഞ്ചസാര ഒഴിച്ചിട്ട് തേങ്ങ, പഞ്ചസാര. ഇതിൽ ഏലക്ക പൊടിച്ചത് കുറച്ച്. ഏലക്ക പൊടിച്ചത് നമ്മളിപ്പോൾ ചെയ്തത് തേങ്ങ, പിന്നെ ഏലക്ക പൊടിച്ചത്. അതിൽ ഇത്തിരി എന്താ വേറെ എന്തായിട്ട് ഏലക്ക പൊടിച്ചിട്ട് ഇട്ടിട്ട് ഇനി കിസ്മിസും കശുവണ്ടി ഇടമാണ്. ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പഴം നിറച്ചതെന്ന് വെച്ചാൽ ഇനി പഴത്തിന് നമ്മൾ കീറും അല്ലേ? അതെ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ പഴവും മുറിക്കുവാണ്. നടുവേ നിന്നൊന്ന് കീറുവാണ്. ബിക്കോസ് പഴം നിറച്ചതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നിറയ്ക്കാനായിട്ടൊരു ഹോൾ ഉണ്ടാക്കുവാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റംസ് ആണ്. ഇത് ഏകദേശം
ആയി. പഴം ഫില്ല് ചെയ്യാനുള്ള സാധനം റെഡിയായി. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാമല്ലോ. അപ്പൊ നമ്മൾ ഇനി പഴം നിറയ്ക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇത്ര നേരം നിങ്ങളൊരു ബഹളം കേട്ടോണ്ടിരുന്നില്ലേ? ആ ബഹളം ഇതിന്നായിരുന്നു വന്നോണ്ടിരുന്നത്. ആരാണ് മോള്? ഇവിടെ നിന്നാണ് ബഹളം എല്ലാം വന്നോണ്ടിരുന്നത്. എന്തായാലും ഇവിടെ ഒരാൾ വായ നിറച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് അതിന്റെ ഇടയിൽ പഴം നിറയ്ക്കാം. ഓക്കെ. അപ്പൊ ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണ ചൂടാക്കാൻ വെക്കാമല്ലോ. നിറച്ചതിന് ശേഷം നമ്മൾ ഈ പഴം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ പഴം നിറച്ചതും റെഡിയായി. നമുക്ക് ഒരു സാധനം കൂടി വറക്കാനുണ്ട്. ഇവള് മുഴുവൻ എടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് വാവനും കൂടെ ഒന്ന് വറുത്തെടുത്താലോ? അനുവിനെ ഇവിടെ വറക്കട്ടെ. ഇത് പഴം നിറച്ചതാണ്, അനു നിറച്ചതല്ല. എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അത് കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ചോറ് തിന്നുന്ന പോലെയാണ് തിന്നുന്നത്. ഇത് ചോറ് ഇങ്ങനെ തിന്നില്ലേ? ചോറ് വേണ്ട. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ? ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിക്കുന്നു. സൂപ്പർ. നീ ഇങ്ങനെ കഴിക്കുമ്പോൾ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നന്നായിട്ടുണ്ടാവുന്നു. ആ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അകത്തുള്ളത് നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് ഒരു ടോട്ടലി ഒരു നല്ല സ്വീറ്റ് ഒരു സ്നാക്കായിരിക്കും ഇത്. മോഹൻലാൽസ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ എപ്പിസോഡ് അവസാനിക്കാൻ പോവുകയാണ്. 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പഴം, തേങ്ങ, പാല് ഇതൊക്കെ വീട്ടിലെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്ന് തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നിങ്ങൾ പറയൂ, നോക്കൂ. അതെ, അവരും പറയുന്നു ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലെ ഒരു നല്ല സൂപ്പർ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സേറ ആൻഡ് ഓൾ ഓഫ് us. ബൈ.